Hello friends, welcome to our channel. നമ്മുടെ ചാനലിൽ ഇമേജ് പ്രോസസ്സിംഗിൽ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇമേജ് പ്രോസസ്സിംഗ് ബേസിക് സ്റ്റെപ്സ് അതുപോലെ ഓരോ സ്റ്റേജിലും വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് പ്രോസസ്സിംഗ് വെച്ചിട്ട് അതിലെ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് പ്രൊജക്ട് ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോ മെത്തേഡ്സും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നൊരു പ്രൊജക്ട് ടോപ്പിക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടാവുക. ഓക്കെ, ആൻ ഇന്റലിജന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഫോർ COVID-19 ഡയഗ്നോസിസ് യൂസിങ് CT ഇമേജസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ, റിസർച്ച് ക്വസ്റ്റ്യൻ, മെത്തഡോളജീസ്, റിസൾട്ട്, സമ്മറി. Introduction. COVID-19 is caused by nCoV-19 virus and leads to critical lung complication. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ലങ്സിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോവിഡ് ഇൻഫെക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഇനീഷ്യൽ ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നത് RT-PCR ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റും, അതായത് ഒരു കോവിഡ് ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? വൈറസ് ഇൻഫെക്ഷൻ കോസസ് അക്യുമുലേഷൻ ഓഫ് സബ് പ്ലൂറൽ ഫ്ലൂയിഡ് ഇൻ ലങ്സ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു RT-PCR ടെസ്റ്റ് കൊണ്ട് നമുക്ക് കോവിഡ് പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് വന്ന ഒരു പേഷ്യന്റിലെ എത്രമാത്രം ആ ഒരു പേഷ്യന്റിലെ ശരീരത്തിന് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ലങ്സിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എത്രമാത്രം ലങ്സിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ മെഡിക്കൽ ഇമേജസ് തന്നെ വെച്ചിട്ടാണ് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്റേ അതുപോലെ തന്നെ CT ഇമേജസ് വെച്ചിട്ടാണ് പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു COVID-19 വന്നൊരു പേഷ്യന്റിന് ഇത് കൊടുത്തു, മെഡിസിൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ലങ്സിന്റെ ഈ ഒരു മെഡിക്കൽ ഇമേജ് വെച്ചുകൊണ്ടാണ് എത്രമാത്രം ആ ഒരു പേഷ്യന്റിൽ ആ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കുറയുന്നുണ്ടോ കുറയുന്നില്ലേ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ മെഡിക്കൽ ഇമേജസ് വെച്ചിട്ട് തന്നെയാണ് പറ്റുന്നത്. ഓക്കെ, കമ്പയർഡ് ടു ജസ്റ്റ് എക്സ്റേ, CT ഹാസ് ക്ലിയർ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഇവിടെ ബെറ്റർ അക്യുറസി ആണ്, അതുപോലെ ലോ നോയ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് നടത്താൻ പോകുന്നത്. അതായത് COVID-19 ഉണ്ടോ അതോ നോൺ COVID-19 ആണോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്? ഈ ഒരു സബ് പ്ലൂറൽ ഫ്ലൂയിഡ് ഇൻ ലങ്സ്, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. COVID-19 ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, then subpleural fluid causing ground glass opacity. അതാണ് നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടത്. The inferior portion of the lungs may be detected individually or together. അപ്പോൾ ഇതെന്ന് പറയുന്ന ഓരോ പേഷ്യൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും, ചിലർക്കെന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. The progressive stage of the disease take place between days 5 and 8 of symptoms. In this phase, CGO, അതായത് ground glass opacity, the crazy wave pattern and even consolidated glass are formed during the peak period, 9 to 13 days. Dense consolidations appear. Consolidation and crazy wave patterns are gradually absorbed and only the CGO is left. Then aims and objectives. അവിടെ വരുന്ന റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Can we use medical images to delineate COVID-19 progression using image processing? നമുക്ക് ഇമേജ് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്ന ബേസിക് സ്റ്റെപ്സ് അറിയാം, മെത്തേഡ്സ് അറിയാം അല്ലേ? അപ്പോൾ ആ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് CT ഇമേജസ്, മെഡിക്കൽ ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു COVID-19 ക്ലാസിഫിക്കേഷൻ, COVID-19 ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then research methodologies. This paper suggests a new learning procedure for segmentation and extraction of region of interest. അവിടെ region of interest എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വൈറസ് എഫക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ ഇമേജ് നമ്മൾ കണ്ടല്ലോ, which result in better positioning of CT images. അപ്പോൾ ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്, SML അതുപോലെ EML. SML എന്ന് പറഞ്ഞാൽ സിംഗിൾ മെഷീൻ ലേണിംഗ് ആണ്, EML എന്ന് പറഞ്ഞാൽ എൻസിമ്പിൾ മെഷീൻ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ മോഡൽ വരുന്നത്. Supervised machine learning techniques were used for classifying cases for 2 categories. എന്തൊക്കെയാണ്? COVID-19 അതുപോലെ നോൺ COVID-19. ഇതാണ് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ മോഡലിലെ കാര്യം പറഞ്ഞു. അതിൽ എൻസെമ്പിൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വിത്ത് 10-fold ക്രോസ് വാലിഡേഷൻ ടു ഡിറ്റക്ട് കേസ് ഓഫ് COVID-19. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മോഡൽ SML വാസ് അപ്ലൈഡ് വിത്ത് ഡിഫറെൻറ്റ് അൽഗരിതംസ്. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ട്രീ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതുപോലെ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. അപ്പോൾ അതിൽ SPM ക്ലാസിഫയർ എന്ന് പറയുന്നത് മറ്റുള്ള ക്ലാസിഫയറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് 98.85% വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ മോഡൽ എന്തായിരുന്നു? EML ആയിരുന്നു. വാസ് അപ്ലൈഡ് വിത്ത് സെവറൽ അൽഗരിതംസ്. എന്തൊക്കെയാണ്? റാൻഡം ഫോറസ്റ്റ്, വോട്ടിംഗ് ആൻഡ് ബാഗിംഗ് ടു ഇൻക്രീസ് it accuracy up to 99.60%. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ക്ലാസിഫയർ എന്ന് പറയുന്നത് ബാഗിംഗ് ആണ്. ഓക്കെ, ഫൈനലി ദി റിസൾട്ട് ഓഫ് ടു പ്രപ്പോസ്ഡ് മോഡൽ ഷോഡ് ബെറ്റർ പെർഫോമൻസ് കമ്പയർഡ് വിത്ത് അതർ റീസെന്റ് സ്റ്റഡീസ്. ഹൗവർ ദി EML, അതായത് എൻസെമ്പിൾ മെഷീൻ ലേണിംഗ്, and even better performance than SML and is recommended for using real time. ഇനി വരുന്നത് പ്രപ്പോസ്ഡ് മോഡലാണ്. നമുക്ക് അതിന്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ഇമേജ് അക്വിസിഷൻ, അതായത് COVID-19, നോൺ COVID-19 ഓക്കെ പേഷ്യൻസിന്റെ CT ഇമേജസ് എടുത്തു. അതിനുശേഷം എന്താണ്? ഇമേജ് പ്രോസസ്സിംഗ്, അതായത് ഇമേജ് പ്രീ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. നമുക്ക് വേണ്ട എന്താ? ആ ഒരു റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, CT ഇമേജിലെ ലങ്സിന്റെ CT ഇമേജസിന് ഇൻഫെക്ഷൻ ബാധിച്ച ആ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നോയ്സ് തന്നെ റിമൂവ് ചെയ്തിട്ട് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എൻഹാൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. ദെൻ ഇമേജ് സെഗ്മെന്റേഷൻ, അതായത് ഇവിടെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ലങ് കാറ്റഗറി, അതുപോലെ തന്നെ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഫീച്ചർ എക്സ്ട്രാക്ഷൻ, അതായത് ഈ ഒരു റീജിയൻ ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ഫീച്ചേഴ്സിനെ എല്ലാം തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നേരത്തെ രണ്ട് മോഡൽ പറഞ്ഞല്ലോ, SML EML. അപ്പോൾ അത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാണ് CT ഇമേജിനെ. COVID-19 അതുപോലെ നോൺ COVID-19 എന്നുള്ളത് രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രപ്പോസ് മോഡൽ. അതിൽ ഓരോ സ്റ്റെപ്സ് ആണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് തിയറി ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ തന്നെ പ്രൊജക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും തിയറി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദി സിസ്റ്റം വുഡ് ഫസ്റ്റ് ബി റിക്വയർഡ് ടു റെക്കഗ്നൈസ് COVID-19 ഇൻ CT സ്കാൻ. അപ്പോൾ അതിൽ ലാർജ് ഡാറ്റ സെറ്റ് ഓഫ് COVID-19 അതുപോലെ നോൺ COVID-19 CT ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് അക്വിസിഷൻ എന്നുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്തായിരുന്നു? പ്രീ പ്രോസസ്സിംഗ് ആണ് അല്ലെ. ഫസ്റ്റ് ദി വീനർ ഫിൽറ്റർ ആൻഡ് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഫോർ ഇമേജ് എൻഹാൻസ്മെന്റ് വർ എംപ്ലോയ്ഡ്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ സ്റ്റെപ്പ് ആണ്. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, ലങ് സെപ്പറേഷൻ ആൻഡ് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റക്ഷൻ. അപ്പോൾ അതിൽ ഓസ്റ്റോ ത്രെഷോൾഡിംഗ് അതുപോലെ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് വർ എംപ്ലോയ്ഡ് ടു ഐസൊലേറ്റ് ലങ് റീജിയൻ. അതിനുശേഷം പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ അതുപോലെ ആക്റ്റീവ് കോണ്ടർ അൽഗരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് ലെഷൻ സെഗ്മെന്റേഷൻ മാസ്ക്. ഇവിടെ എന്താ സംഭവിക്കുക? അതായത് ഈ ഒരു റീജിയൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ ദി തേർഡ് സ്റ്റെപ്പ് ഓൾ ഇൻഫെക്ഷൻ ഫീച്ചേഴ്സ് വർ എക്സ്ട്രാക്റ്റഡ് ഫ്രം segmented images of region of interest. Then finally, to evaluate the proposed model, these features were fed into SML and EML classifier to build the classification models. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇമേജ് അക്വിസിഷൻ ആണ്. അപ്പോൾ ഏതൊരു വിഷ്വലൈസേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമേജ് അക്വിസിഷൻ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇമേജ് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടാസ്ക് അല്ലെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. Okay, then the expected task cannot be carried out. അപ്പോൾ samples of COVID-19 and non-COVID-19 CT images from a dataset as shown in figure 3 and 4. Figure 3 എന്ന് പറയുന്നത് original image from the dataset for COVID-19 cases. Figure 4 എന്ന് പറയുന്നത് original image from the dataset for non-COVID-19 cases. ആ ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് ആ ഇൻഫെക്റ്റഡ് ഏരിയസ് അല്ലേ. നമുക്ക് കാണാം, കണ്ടോ ആ ഇൻഫെക്റ്റഡ് ഏരിയ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇമേജ് എങ്ങനെയാണ്? ക്ലിയർ ആയുള്ള ഇമേജ് ആണ് വേണ്ടത് അല്ലെ. ക്ലിയർ ആയുള്ള ഇമേജ് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയുള്ള ക്ലാസിഫിക്കേഷൻ നടക്കില്ല. ഓക്കെ,
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് പ്രീ പ്രോസസിംഗ് ആണ്. അപ്പോൾ ഇമേജ് പ്രീ പ്രോസസിംഗിൽ എന്താ സംഭവിക്കുന്നത്, അതായത് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ROI എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എലിമിനേറ്റ് എറേനിയസ് ഡാറ്റ, അതായത് നോയ്സ്, അതുപോലെ ബോഡി മൂവ്മെന്റ്സ് വിച്ച് എഫക്ട് മെഡിക്കൽ ഇമേജസ്. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് വീനർ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഗോഷ്യൻ നോയ്സിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ CT ഇമേജസിൽ അതിന്റെ എഡ്ജസ് എന്ന് പറയുന്ന ബ്ലർ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഈ ഗോഷ്യൻ നോയ്സിനെ ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് വീനർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഒപ്റ്റിമൽ സെഗ്മെന്റേഷൻ വീനർ ഫിൽറ്റർ ഓഫ് സൈസ് 3x3 യൂസ് ടു റിമൂവ് ദി നോയ്സ് പ്രസന്റ് ഇൻ ദി CT ഇമേജ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെ ഗോഷ്യൻ നോയ്സ് സംഭവിക്കാം, അതായത് പുവർ ലൈറ്റ്, അതുപോലെ ഹൈ ടെമ്പറേച്ചർ ഇൻ ദി ഇമേജ്. ഒരു ഇമേജ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, f(x, y) നമുക്ക് അറിയാം അല്ലേ. അവിടെ xy എന്ന് പറയുന്നത് എന്താണ്, where x and y are position of every pixels on the image. f(x, y) which denote the original input image is the pixel for every position. എങ്ങനെയാണ് വീനർ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഗോഷ്യൻ നോയ്സ് റിമൂവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇമേജ് f(x, y)യിലേക്ക് ഗോഷ്യൻ നോയ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന ഇമേജ് ആണ് s(xy) എന്ന് പറയുന്നത്. f(xy) പ്ലസ് g(xy) ഒരു ഒറിജിനൽ ഇൻപുട്ട് ഇമേജ് ആണ്, അതിലേക്ക് ഗോഷ്യൻ നോയ്സ് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമേജ്, ഇൻപുട്ട് ഇമേജ്, അതാണ് s(xy) എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വീനർ ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ആ ഗോഷ്യൻ നോയ്സ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ആൻഡ് ബെറ്റർ സോൾവ് ദി ബ്ലറിംഗ് എഡ്ജ് ഫോർ ഇമേജ് സെഗ്മെന്റേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് വീനർ ഫിൽറ്റർ ഫംഗ്ഷൻ വരുന്നത്. W of xy equal to f of s of xy h of s of xy. ഇവിടെ f എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, f is the Fourier transform for the input image and h is the blurring function. അപ്പോൾ വീനർ ഫിൽറ്ററിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഇമേജിന്റെ എസ്റ്റിമേറ്റ് കാണാണ്. Wiener filter is used the linear estimation to make the mean square error MSE between W of xy and f of xy minimal. അതായത് ഇവിടെ ഗോഷ്യൻ നോയ്സ് g of xy എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, വീനർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ഇമേജ്, ഒറിജിനൽ ഇമേജിന്റെ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് കാണാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് ഗോഷ്യൻ നോയ്സ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, this filter give an estimate of the original uncorrupted image with minimum mean square error, which is the non-linear function of the corrupted image. Then ഇതിൽ വരുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ആണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്ന് പറയുന്നത് ഇമേജ് കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം, this is achieved by spreading out the most frequent values of intensity. വേറെ ഒന്നുമല്ല, ഇമേജ് ഇന്റൻസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് ആ ഒരു ഓവറോൾ ഇമേജ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ ഓക്കെ കണ്ടോ, ഇതാണ് അതിന്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഫിഗർ 5A എന്ന് പറയുന്നത് ഒറിജിനൽ ഇമേജ് ആണ്. B എന്ന് പറയുന്നത് വീനർ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇമേജ്, അതായത് ഗോഷ്യൻ നോയ്സ് ഒക്കെ റിമൂവ് ചെയ്തു. അതുപോലെ ഇത് കണ്ടോ, ഒറിജിനൽ ഇമേജിന്റെ എഡ്ജ് ഒക്കെ നോക്കി, ബ്ലർഡ് ആയുള്ള എഡ്ജ് ആണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സി എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസ്ഡ് ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാണാം, നമുക്ക് ഇമേജിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ എഫക്ട് ചെയ്ത ഏരിയസ് നമുക്ക് കറക്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, കോൺട്രാസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. സോ അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഓഫ് ദി ഒറിജിനൽ ഇമേജ്. ദെൻ ഇ എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഓഫ് ദി ഈക്വലൈസ്ഡ് ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് സെഗ്മെന്റേഷൻ ആണ്. അപ്പൊ ഇമേജ് സെഗ്മെന്റേഷൻ എന്താ സംഭവിക്കുന്നത്, അതായത് ലെങ്ത് സ്ട്രക്ചറിനെ കറക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കണം ഫ്രം ഓൾ അതർ അൺടാർഗറ്റഡ് സ്ട്രക്ചർ. എന്നാൽ മാത്രമേ നമുക്ക് ആ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റിലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് ഫീച്ചേഴ്സ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് ക്ലാസിഫിക്കേഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ segmentation methods can be mainly grouped into two categories: length region oriented techniques and length relation oriented techniques. Okay, അപ്പോൾ ആ രണ്ട് ടെക്നിക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലെങ്ത് റീജിയൻ ഓറിയന്റഡ് മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിൽ ലെങ്ത് റീജിയനെ കറക്റ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നു.
These techniques aim to isolate lung region as complete lungs and lobes from the other regions in the CT. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് വെച്ചിട്ട് എന്താ കിട്ടാന്ന് വെച്ചാൽ കറക്റ്റ് ആയുള്ള ഒരു സൈസ് കിട്ടും, ലങ്സിന്റെ കറക്റ്റ് ആയുള്ള സൈസ് കിട്ടും. അപ്പോൾ COVID-19 സംഭവിച്ച പേഷ്യന്റ് ഇപ്പൊ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഓസ്റ്റോ ത്രെഷോൾഡിങ് അതുപോലെ തന്നെ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് രണ്ട് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ത്രെഷോൾഡിങ് യൂസ് ചെയ്യുന്നത്? അതായത് ഗ്രേ സ്കെയിൽ ഇമേജിനെ ബൈനറി ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ലെങ്സിനെ ആ ഏരിയനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിഗർ 6A എന്ന് പറയുന്നത് ഒറിജിനൽ ഇമേജ് ആണ്. ദെൻ B എന്ന് പറയുന്നത് ദി ഇമേജ് ആഫ്റ്റർ ത്രെഷോൾഡിങ്. അപ്പോൾ ത്രെഷോൾഡിങ് എങ്ങനെ സംഭവിക്കുക? അതായത് ഒരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓസ്റ്റോ ത്രെഷോൾഡിങ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ത്രെഷോൾഡ് വാല്യൂവിനെ ബിലോ അതുപോലെ തന്നെ എബോവ് അല്ലെ, അത് നോക്കിയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ ബ്ലാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കാം. 1 0 വാല്യൂ പിക്സൽ വാല്യൂ കൊടുക്കും. ഓക്കെ, അങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ലങ് റീജിയൻ കറക്റ്റ് ലങ് റീജിയൻ ഐസൊലേറ്റ് ചെയ്ത് കിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഫിഗർ C ലങ് മാസ്ക്. ഓട്സോസ് ത്രെഷോൾഡിങ് ഇറ്റ്സ് എൻ പവർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ സെഗ്മെന്റേഷൻ. ഇവിടെ ഗ്രേ ഇമേജിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Where binary steps are given to pixel below or above a certain threshold value. അപ്പൊ കാണാം f of xy എന്ന് പറയുന്നത് ഇൻപുട്ട് ഇമേജ് ആണ്. അപ്പൊ അതില് g എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഇമേജ് ആണ്, g of xy ഔട്ട്പുട്ട് ഇമേജ് ആണ്. t എന്ന് പറയുന്നത് ത്രെഷോൾഡ് വാല്യൂ ആണ്. ഇഫ് f of xy greater than t ആണെങ്കിൽ എന്തായിരിക്കും? പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഗ്രേ സ്കെയിൽ ഇമേജിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി വരുന്നത് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്. മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ഈസ് എൻ കളക്ഷൻ ഓഫ് പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് ദി ഷേപ്പ് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് COVID-19. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലങ് ലെഷൻ ഓറിയന്റഡ് മെത്തേഡ്സ് ആണ്. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ലങ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു അല്ലെ, ത്രെഷോൾഡിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇനി അതിലെ എഫക്ട് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ്, ആ എഫക്ട് ചെയ്ത ഏരിയസിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് പോസിബിൾ ആവുന്നത്. ദീസ് മെത്തേഡ്സ് ആർ അപ്ലൈഡ് ടു സെപ്പറേറ്റ് ലെഷൻസ് ഫ്രം അതർ ലങ് റീജിയൻ. അപ്പോൾ ഈ ലെഷൻസിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കണ്ടോ, ഈ ഒരു ഫിഗറിൽ നോക്കിയേ, സ്മോൾ ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, അതുപോലെ ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും. ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് ടെക്സ്ചർ ഫ്രം അൺഇഫക്റ്റഡ് പാർട്സ് ഓഫ് ദി ലങ്. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിഗർ A എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് എഡ്ജ് ഡിറ്റക്ഷൻ, ദെൻ B എന്ന് പറയുന്നത് ലെഷൻ മാസ്ക്, അതായത് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എഡ്ജ് ഡിറ്റക്ഷൻ ബൗണ്ടറി പ്രോസസ്സിംഗ് ഈസ് നെസസറി ടു ഡിസ്റ്റിംഗ്വിഷ് ലങ് ബൗണ്ടറീസ്. കാരണം എന്താ? അതായത് ഈ ഒരു വൈറസ് ലങ്ങിനെ എഫക്ട് ചെയ്ത ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലങ്ങിന്റെ തന്നെ ബൗണ്ടറിയിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആയിരിക്കാം അല്ലെ. അപ്പൊ ഈ ബൗണ്ടറിയിൽ വരുന്ന കേസൊക്കെ ആകുമ്പോൾ എന്താ, കറക്റ്റ് ആയിട്ട് ആ എഡ്ജ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, നമുക്ക് എത്ര എമൗണ്ടിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അവിടെ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നടക്കണം. ഇവിടെ കാനി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് നടത്തുന്നത്. ഓക്കെ, ഇനി ആക്റ്റീവ് കോണ്ടർ. This is the procedure of generating mini regions with joint boundaries. ഓക്കെ, അവിടെ നമ്മൾ കണ്ടല്ലോ. ഈ ഒരു സെഗ്മെന്റേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഓട്സോസ് ത്രെഷോൾഡിംഗ്, അതുപോലെ തന്നെ മോർഫോളജിക്കൽ പ്രോസസ്സ്, അതുപോലെ തന്നെ ആക്റ്റീവ് കോണ്ടർ അൽഗോരിതംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതായത് രണ്ട് മെത്തേഡ്സ് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് തന്നെ ലങ് റീജിയനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു, അതിനുശേഷം ലങ് ലെഷൻസ് അല്ലെ, അതില് ഓരോ ഏരിയയിലും എവിടെയൊക്കെ ചെറുതായി പോലും എഫക്ട് ചെയ്തിട്ടുണ്ട് ആ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ലെഷൻസ് ആയിട്ട് അല്ലെ, ചെറിയ റീജിയൻസ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫിഗർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സെഗ്മെന്റേഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഫിഗർ നോക്കാം. ഫസ്റ്റ് എന്താണ്? അതായത് COVID-19 നോൺ COVID-19 രണ്ട് CT ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറയുന്നത്? അതായത് COVID-19 പേഷ്യന്റിൽ ഒരു CT ഇമേജ് എടുത്തു, ഒറിജിനൽ ഇമേജ് നമുക്ക് കാണാം. ദെൻ ആഫ്റ്റർ ത്രെഷോൾഡിംഗ് അതിനെ ഗ്രേ സ്കെയിലിന് ബൈനറി സ്കെയിലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം എന്താ, രണ്ട് മെത്തേഡ്സ് വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് എന്തായിരുന്നു? ലങ് മാസ്ക്, അതായത് ലങ് റീജിയനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അതിന്റെ ലങ് ലെഷനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതാണ് ലെഷൻ മാർക്ക്, അതാണ് കറക്റ്റ് ആയുള്ള റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ അതില് ഓരോ ഈ ലെഷൻ മാസ്ക് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ഓരോ ഷേപ്പ് എന്ന് പറയുന്നതും അതിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നതും നോൺ ഇൻഫെക്റ്റഡ് ആയുള്ള റീജിയൻ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നോക്കേണ്ടത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ഫീച്ചർ സെലക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അതുപോലെ പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇമേജ് പ്രോസസ്സിങ്ങിന്റെ കുറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു COVID-19 എന്നുള്ളത് നമ്മൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഈ ഒരു പ്രൊജക്ട് തന്നെ നമുക്ക് ഇമേജ് പ്രോസസ്സിങ് നമ്മൾ പഠിച്ച ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു എക്സാമ്പിൾ എടുത്തോന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് പ്രൊജക്ട് ടോപ്പിക്കുകൾ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.